ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടേഴ്സ് അറിയിച്ചു. തലച്ചോറിനേറ്റ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ ഇടവിട്ടുള്ള MRI സ്കാനിങ്ങിനും നിർദ്ദേശമുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഈ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെ അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നേരിയ പുരോഗതിയുണ്ട് ആരോഗ്യനിലയിൽ എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത് പ്രതീഷ്? റിജിത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിൽ നിന്നും നേരിയ പുരോഗതി അഫാന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അഫാനെ വിളിക്കുമ്പോൾ അഫാൻ കണ്ണു തുറക്കാൻ ശ്രമിച്ചു എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതായത് ഈ ചില പ്രതികരണം അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും അഫാൻ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്ന കാര്യം. ഈ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞത് തലയിൽ വലിയ ക്ഷതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ക്ഷതം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നത് അറിയാൻ ഇടവിട്ടുള്ള ഈ സ്കാനിങ് MRI ഉൾപ്പെടെയുള്ള സ്കാനിങ് പരിശോധന ആവശ്യമാണ് എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്ന കാര്യം. അപകടനില ഇതുവരെയും തരണം ചെയ്തിട്ടില്ല. പക്ഷേ ഈ അപകടനില തരണം ചെയ്താലും സാധാരണ ജീവിതത്തിലേക്ക് അഫാൻ എത്തുമോ എന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് ഇനിയും ആശങ്കയുണ്ട്. കാരണം അത്രത്തോളം ഗുരുതരമായൊരു സാഹചര്യത്തിലാണ് അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. വിവിധ ഡോക്ടർമാരുടെ സംഘം അഫാനെ പരിശോധിക്കുന്നുണ്ട്. കാർഡിയോ, ന്യൂറോ ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് അഫാനെ പരിശോധിക്കുന്നത്. ഇന്നും വിദഗ്ധ സംഘം അഫാനെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യനിലയിൽ നിന്ന് നേരിയൊരു പുരോഗതി അഫാന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.